തലത്തിൽ മനുഷ്യൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യവും ലഹരിയും മനുഷ്യൻ ഉപയോഗിക്കുന്നതിലൂടെ അനവധി പേരുടേതായ സന്തോഷം നഷ്ടമാകുന്നു എന്ന് കാണാൻ കഴിയുന്നു. കുടുംബ സമാധാനമില്ലായ്മ, കുടുംബത്തിന്റെ തകർച്ച, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ തകർച്ച, കുടുംബത്തിനകത്തെ വരുമാന മാർഗങ്ങൾ ചോർന്നു പോകുന്ന അനുഭവം, ഇതൊക്കെ മനുഷ്യൻ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതിലൂടെ ആ മനുഷ്യന്റെ സമ്പത്ത് ചോർന്നു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നു. മദ്യം, എന്തിനാണ് മദ്യം മനുഷ്യൻ ഉപയോഗിക്കുന്നത്? ലഹരിയുടെ കൊണ്ട് എന്ത് സന്തോഷമാണ് ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന് ഉണ്ടാകുന്നത്? മദ്യം കൊണ്ട് ഏതൊരു നേട്ടവും നമ്മുടെ ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ അത് മനുഷ്യനോ അതുകൊണ്ട് ഏതൊരു നേട്ടവും മദ്യലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ഇല്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ മുതിർന്ന ആൾക്കാർ പറയും, ഞങ്ങളല്ലേ മദ്യം ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു, കുഴപ്പമില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതൊന്നുമില്ലാത്ത അനുഭവസ്ഥരായി ഞങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ലഹരി, സ്മോക്കിംഗ്, അതുപോലെ മദ്യത്തിന്റെ ഗന്ധം, ഇങ്ങനെയുള്ള ഈ ലഹരി വസ്തുക്കളുടേതായ അമിതമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ അതിന്റെ ഗന്ധം, അത് ഉപയോഗിക്കാത്ത ചെറുകുഞ്ഞുങ്ങൾ അത് ശ്വസിച്ചെടുത്ത് അതിൻ്റെതായ സ്മെല്ല് അവർക്ക് വന്ന് അവർ മുതിർന്നു വരുമ്പോൾ അത് രുചിച്ചു നോക്കുവാൻ, അതിനോട് ലയിക്കുവാൻ അവരുടെ മനസ്സും ശരീരവും അവരുടെ കണ്ണും അതിലേക്ക് ആകർഷിക്കുന്ന ഒരു തരത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ലഹരി കൊണ്ട് മനുഷ്യന് ഏതൊരു നേട്ടവുമില്ല. ഈ നാളുകളിൽ നമ്മൾ അത് മീഡിയകൾ പരിശോധിക്കപ്പെടുമ്പോൾ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ളതായ ഫോണിലൂടെയുള്ള സംവിധാനങ്ങൾ നോക്കപ്പെടുമ്പോൾ ഒട്ടനവധിയോ ലഹരിയിൽ നശിക്കുന്നത്, അത് റീച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായ ആ ഒരു അല്ലെങ്കിൽ എന്ത് പറയാൻ, അങ്ങനെയുള്ള ചില ആ തരങ്ങൾ, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ആ കോമാളിത്തനങ്ങളിലും ആ ഫോണിലൂടെ സെൽഫി എടുക്കുന്നതിലൂടെ അനവധി പേർ തൽക്ഷണം മരിച്ചു പോകുന്നത്, അപകടകരമേറിയ സാന്നിധ്യത്തിലേക്ക് പോകുന്നത്, ഒന്ന് അവനല്ലാതെയാക്കുന്നത്, പ്രത്യേകിച്ച് എല്ലാവരെക്കാളും ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ഒരു വെറൈറ്റി ഞാൻ എടുക്കപ്പെടുമ്പോൾ, അതിലൂടെ റീച്ച് ആകുമ്പോൾ എനിക്കെന്തോ ഒരു സന്തോഷം, എത്രയോ ലൈക്കിന് വേണ്ടിയിട്ട്, എത്രയോ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ മനുഷ്യൻ ലഹരികൾക്ക് അടിമയായി തകർന്നും ജീവിതം പൊലിഞ്ഞും എത്രയോ കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്ന ഒരു ഘട്ടം കഴിഞ്ഞ നാളുകൾ നോക്കുമ്പോൾ. ഈ നാളുകളിലും അവധി സമയങ്ങളാണ്, സ്കൂളിൻ്റെതായ സമയം തുടങ്ങേണ്ടതായ സാവകാശം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്തൊക്കെ എന്തൊക്കെയോ പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ലഹരി വസ്തുവിന്റെയും കവറിൽ അല്ലെങ്കിൽ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നു, മദ്യം എടുക്കുമ്പോൾ മദ്യത്തിന്റെ ബോട്ടലിൽ അതിൽ ഒരു ലേബൽ ഉണ്ട്, ആ ലേബലില് കീഴറ്റെഴുതിയിരിക്കുന്നു, മദ്യം ആരോഗ്യത്തിന് ഹാനികരം. ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന, ഹാനികരമെന്ന അനുഭവത്തിലൂടെ ക്ഷയിപ്പിക്കുന്ന, തകർക്കുന്ന, നശിപ്പിക്കുന്നു, ബലം ക്ഷയിപ്പിക്കുന്നു, അതിന്റെ ആ സ്വയബോധം നഷ്ടപ്പെടുത്തുന്ന, അവന്റേതായ ശരിയായ സ്വയിത്വ കൺട്രോളുകളെ നഷ്ടമാക്കുന്ന ഒന്നാണ് ഈ ഹാനികരത്തിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഇത്യാദി പദങ്ങൾക്കകത്തുള്ള അർത്ഥമെന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ആരെയും തിരിച്ചറിഞ്ഞുകൂടാത്തതായ നിലവാരങ്ങളിലും അത് ജോലികൾക്ക് പോകാൻ കഴിയാതെ അവനെ പുറകിലോട്ട് മടുപ്പിക്കുന്നതും, അത് അവന്റേതായ
ആരോഗ്യത്തെ കംപ്ലീറ്റ് കൺട്രോൾ നിയന്ത്രിക്കുന്ന ഒന്നായി മാറുന്നു ആൽക്കഹോൾ എന്ന ഈ ലഹരി വസ്തു. അപ്പൊ ഈ ലഹരി വസ്തുവിലൂടെ പരിപൂർണമായ പരാജയത്തെ കുറിച്ച്, അത് ഇങ്ങനെയുള്ള നഷ്ടങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ആ ബോട്ടിലിൽ മദ്യം ആരോഗ്യത്തിന് ഹാനികരം. രണ്ടാമത്, അത് സ്മോക്കിംഗ് ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു എന്ന് പറയപ്പെടുമ്പോൾ നമ്മുടേതായ ഒരു 10-25-30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കാണാൻ കഴിയും. അതെ, ആ ടിവികളിലോ ഇങ്ങനെയൊക്കെ സ്മോക്കിംഗ് ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്, അതിനെ നിങ്ങൾ നശിപ്പിക്കരുത്. അതിൻ്റെതായ അനുഭവങ്ങൾ ഒത്തിരി പേർ ഒരു കാലഘട്ടത്തിൽ, അതായത് TV സെന്ററിനകത്ത് ചുമച്ച് അവിടെ ജീവിതം അവസാനിക്കുന്നതും മരണത്തിൻ്റെതായ പാതയിലേക്ക് പോകുന്നതും ക്ഷയരോഗ ആശുപത്രികൾ അവർ അഭയം പ്രാപിച്ചും ഇങ്ങനെ പോകുന്ന അനുഭവസ്ഥരുണ്ട്. അത് അവർക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. അപ്പോൾ ഈ സ്മോക്കിംഗ് അത് ഒരു വീടിക്കെത്ര, അത് തുച്ഛമായ കാശുകളെ കാണൂ, 10-50 രൂപയ്ക്കകത്തേ കാണൂ. പക്ഷേ ആ വീടി കൊണ്ട് ഈ നഷ്ടം വരുന്നത് സിസർ, അതുപോലെ തന്നെ സിസർ ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്ന ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നു. വലിക്കുന്ന വ്യക്തിക്ക് ദോഷമാണ്. അതുപോലെ തന്നെ അത് വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, ആ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സമീപത്തേക്കുന്ന അമ്മയപ്പന്മാർ, സഹോദരങ്ങൾ, പ്രഗ്നന്റ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്ക് അവരുടെ ഉദയത്തിൽ വരുന്ന കുഞ്ഞിന് എല്ലാത്തിനും രോഗം വളർത്തുന്ന ഒന്നാണ് സ്മോക്കിംഗ് എന്ന് കാണാൻ കഴിയുന്നു. സ്മോക്കിംഗ് സിഗരറ്റ് വലി, അതുപോലെ സിസർ വലി, ഇങ്ങനെ അതിലൂടെ കഞ്ചാവുകൾ കടത്തി വലി മനുഷ്യന്റേതായ സ്വയബോധത്തെ നഷ്ടമാക്കുന്ന അനുഭവത്തെയാണ് കാണാൻ കഴിയുന്നത്. ഇത് കുറെ കാലം വലിച്ചെടുത്തു പോകുന്നു. അവിടെ എഴുതിയിരിക്കുന്നു ഇത് ശ്വാസകോശ രോഗത്തിന് കാരണം. ശംഭു, ഗണേശ് എന്നിങ്ങനെയുള്ളതായ വായ്ക്കകത്തിടുന്ന ലഹരി വസ്തുക്കൾ കൊണ്ട് ക്യാൻസർ പോലുള്ളതായ മാരക രോഗങ്ങൾ വരുന്നു എന്ന് അതിൻ്റെതായ കവർണകത്ത് ഓറൽ അൾസർ, വായ്ക്കകത്ത് ആ ക്യാൻസർ അല്ലെങ്കിൽ പുണ്ണ്, അത് നാവ്, കവിൾത്തടങ്ങൾ, മോണകൾ പഴുത്ത് ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു ഘടകത്തെ കുറിച്ച് പരിപൂർണമായി കാണുവാൻ കഴിയുന്നു. അപ്പോൾ ലഹരി വസ്തുക്കൾ ഇതെല്ലാം മുതിർന്നവരായ നാം ഓരോരുത്തരും ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മുടെ തലമുറകൾ നമ്മെ കണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ട്, ചെറുകുഞ്ഞുങ്ങൾക്ക് അതൊരു ആഗ്രഹമായി ബേക്കറിയിലിരിക്കുന്ന ഒരു പലഹാരത്തിനെ കുറിച്ച് ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന ഈ ലഹരികൾ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരുടെ അബോധ മനസ്സിനകത്ത് ഇത് തെളിഞ്ഞു വരികയും ഇത് ചെയ്താൽ കൊള്ളാം, അവരുടേതായ പ്രായത്തിനും മാതാപിതാക്കളുടെ വ്യത്യസ്തമായ സ്വായത്ത തീരുമാനങ്ങൾ എടുക്കുവാൻ അവർ പ്രാപ്തരാകപ്പെടുമ്പോൾ ഈ ലഹരി അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരുന്നതും അവരുടെ ചെറിയ ചെറിയ ഫംഗ്ഷനുകൾക്ക് ഈ ലഹരികൾ ഉപയോഗിക്കുവാനും ആദ്യം ആരും ശ്രദ്ധിക്കാറില്ല. പിന്നീട് ലഹരിയിലേക്ക് അവർ അകപ്പെട്ടു പോകും. നമ്മുടെ ഇന്നത്തെ ലഹരി പദാർത്ഥങ്ങൾ പറയുന്നത് MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കളാണ് ഇന്ന് കാണുവാൻ കഴിയുന്നത്. ഇന്നത്തെ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ. ഈ MDMA പോലുള്ളതായ മാരകമായ ലഹരി വസ്തുക്കൾ സ്കൂൾ പരിസരങ്ങളിലും അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ഇങ്ങനെയുള്ളതായ മേഖലകളിലും ഇങ്ങനെ ഒട്ടനവധി ലഹരികൾ ഉപയോഗിച്ച് അവരുടെ ജീവിതം നഷ്ടമാക്കുന്നതും അത് ചെറിയ കുഞ്ഞുങ്ങളിൽ അവരറിയാതെ അവർക്ക് മറ്റുള്ളവർ പകർന്നു കൊടുക്കുന്നു. പക്ഷേ വീട്ടിൽ മാതാപിതാക്കളുടെ സമ്പത്തുകളെ കവർച്ച ചെയ്യുവാനും മറ്റു ക്രമീകരണങ്ങളിലേക്കും അവർ ആകർഷ്ടരാക്കി അവരുടേതായ അപ്പന്റെ അമ്മയുടേതായ ഫോണിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഗൂഗിൾ പേ വഴി ആ മാതാപിതാക്കളെ പോലും അറിയാതെ ഈ ധനം ഉപയോഗിച്ച് ലഹരികൾക്കായി അവർ അത് ഇറങ്ങിത്തിരിക്കുന്ന അനുഭവം എത്രയിടത്തിൽ കാണാൻ കഴിയുന്നു. കഴിഞ്ഞ നാളുകളിൽ അപ്പന്റെ അക്കൗണ്ടിൽ നന്നായി പൈസ കാശുണ്ടായിരുന്നു. ആ അക്കൗണ്ടിൽ നിന്ന് ഒരു മകൻ +1 പഠിക്കുന്ന ഒരു മകൻ, അതെ 20,000 രൂപയോളം വില വരുന്ന ഒരു മൊബൈൽ ഫോൺ ആ അപ്പന്റെ അക്കൗണ്ടിൽ നിന്ന് അതിന് പൈസ ഇട്ടുകൊടുത്തു. ആ ഫോൺ അവൻ വാങ്ങി വീട്ടുകാരും അറിയാതെ പോലീസുകാർ പിടിച്ചു അപ്പനെ ഏൽപ്പിച്ചു. മകൻ ഇത്രയും കൂടിയ ഫോൺ കൊണ്ട് നടക്കുകയാണ് എന്നും അപ്പൻ അറിയുന്നില്ല, അമ്മ അറിയുന്നില്ല, മറ്റുള്ളവർ അറിയുന്നില്ല. അപ്പൊ പോലീസുകാർ വിളിച്ചു കൊടുത്തു നിങ്ങളുടെ മകൻ ഇത്. അപ്പോ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസകൾ എങ്ങനെ പോകുന്നു എന്ന് ശ്രദ്ധിക്കേണ്ട കർത്തവ്യവും അത് മാതാപിതാക്കളെ നിങ്ങളുടേതാണ്. അതുപോലെ തന്നെ
ഈ ചില വ്യക്തികൾ അത് മക്കൾ പൈസ എടുത്താൽ 5000 10,000 എടുത്താലും അവൻ ശ്രദ്ധിക്കുക, എന്റെ മക്കളല്ലോ, അത് എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന് മകനാകട്ടെ മകളാകട്ടെ എടുക്കുന്ന കാശ് എന്റെ കാശ് തന്നെ, എന്റെ മക്കൾക്കുള്ളത് തന്നെ, അവർ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടത് അറിയേണ്ടതും ഒരപ്പന്റെയും അമ്മയുടെയും കർത്തവ്യമാണ്. എത്രയോ കഴിഞ്ഞ നാളുകൾ ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ അപ്പന്റെ അമ്മയുടേതായ അക്കൗണ്ടിൽ നിന്നും പൈസ എടുത്ത് അവർക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളിലേക്ക് പോയി, കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു, അവസാനം ആത്മഹത്യകളിലേക്ക് കലശിപ്പാൻ ഇടയായിത്തീരുന്നു. 8 വയസ്സായ ഒരു ആൺപൈതൽ അത് അവന്റെ ഏജ് പരിശോധിക്കപ്പെട്ടപ്പോൾ കിട്ടിയത് 4000-ഓളം രൂപ വില വരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേകമായ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ അത് കഴിക്കലാക്കുന്ന അനുഭവം. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ അത്രയും രൂപ എവിടെ നിന്ന്? അപ്പോൾ എങ്ങനെ അന്വേഷിച്ചപ്പോൾ മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കാശ് എടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് അറിയണം. അതെ, ഇന്നത്തേതായ അത് ഓരോ കവലകളിലും മനുഷ്യൻ മദ്യപിക്കുവാൻ പാടില്ല, ലഹരി ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പറയപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ മനുഷ്യർ 1, 2, 5, 10 പേർ ഒരുമിച്ച് കൂടി രാഷ്ട്രീയതലങ്ങളിലൂടെയും പല തലങ്ങളിലൂടെയും മനുഷ്യനെ ലഹരിയിൽ നിന്നും മുക്തനാക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തെ അശുദ്ധമാക്കുവാനും അവന്റെ യൗവനത്തെ നശിപ്പിക്കുവാനും അനവധി മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ നഷ്ടമാക്കുവാനും അത് ലോക പ്രോഡക്ട്സുകൾ ഇറങ്ങി വരപ്പെടുമ്പോൾ അതിലകപ്പെട്ട് നെടുവേർപ്പെട്ട് പോകാതിരിക്കേണ്ടതിനായിട്ട് മുന്നമേ ഒരു ആഹ്വാനം, മുന്നമേ ഒരു പദ്ധതി, അല്ലെങ്കിൽ മുന്നമേ ഒരു തടയായിട്ട്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ട് ദൈവജനത്തിലൂടെ നൽകപ്പെടുന്ന ഒരു സന്ദേശം. പാപത്തിൽ മനുഷ്യൻ പോകാതിരിപ്പാൻ നിങ്ങളുടെ നിൽക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതൂ എന്ന് അവരെ ആഹ്വാനം ചെയ്ത് അവരെ നഷ്ടപ്പെട്ടു പോകാതെ, മക്കളെക്കുറിച്ച് ദുഃഖിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് നീ മുൻപോട്ട് നടക്കുമ്പോൾ അത് പുറകിൽ നിന്നൊരു ശബ്ദം, വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുക എന്ന ഒരു ശബ്ദം വരുമ്പോൾ നീ അതിലേക്ക് തിരിഞ്ഞുകൊള്ളുക എന്ന് യെശയ്യാപ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യം നമ്മുടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇതിനിങ്ങനെയുള്ള വാക്യങ്ങൾ പറയപ്പെടുമ്പോൾ ഒന്ന് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ആകട്ടെ, ദൈവ മനുഷ്യരിലൂടെ ആകട്ടെ, അത് ഓരോ മുതിർന്നവരിലൂടെ ആകട്ടെ, വിവേകമുള്ളവരിലൂടെ, അറിവുള്ളവരിലൂടെ ആകട്ടെ, മനുഷ്യന്റേതായ അത് പോക്ക്, അവന്റേതായ യാത്രകളെ മനസ്സിലാക്കിയിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കപ്പെടുമ്പോൾ അത് കേൾക്കുന്ന മാതാവേ, അത് കേൾക്കുന്ന പിതാവേ, നീ അത് ശ്രദ്ധിച്ച് നിന്റെ തലമുറയെ നേരായ പാതയിൽ കരുതിയാൽ മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് ഭിന്നത്തിൽ ദുഃഖിക്കുവാൻ ഇടവരികയില്ല എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ എല്ലായിടത്തും കുടുംബ തകർച്ച, ഭാര്യ ഒരു വിവാഹം കഴിഞ്ഞ് 2, 3, 5 വർഷമാകുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെടുന്നു, 2 കുഞ്ഞുങ്ങൾ കാണും. എന്താണ് കോടതിയിൽ പോകുമ്പോൾ അന്വേഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്? എന്റെ ഭർത്താവ് ലഹരി, എന്റെ വസ്തുവകളെല്ലാം നശിപ്പിച്ചു, കുഞ്ഞുങ്ങളുടെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, ഇങ്ങനെയുള്ള ദേഹോദ്രവങ്ങൾ, ഇങ്ങനെയുള്ള ആ ഒരു അനുഭവത്തെക്കുറിച്ച് പല പ്രാവശ്യം പലവരും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇനി ഇദ്ദേഹത്തിനോടൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല. കോടതിയിൽ പോയി ഈ ലഹരി വസ്തുവിന്റെ അനുഭവത്തിലൂടെ പോയി ഒരു കുടുംബജീവിതം തകർന്ന് അതിൽ ഭാര്യയും ഭർത്താവും 2 ആകുമ്പോൾ അനാഥരാകുന്ന 2 പേരുണ്ട്. അത് മാതാവിന്റെയും പിതാവിന്റെയും ശരിയായ ശിക്ഷണം അനുഭവിക്കുവാൻ കഴിയാതെ അത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് പോലെ തങ്ങൾക്ക് ബോധിച്ചതിൽ ജീവിക്കുന്ന തലമുറകൾ എഴുന്നേൽക്കും, മകനാകട്ടെ മകളാകട്ടെ. അപ്പൊ നമ്മൾ ജന്മം നൽകുന്ന മക്കളെ നമ്മളുടെ അല്പ സ്വയിപ്പ ചിന്തകളുടെയും താല്പര്യത്തിന്റെ പ്രകടനവും നാം വിട്ടൊഴിഞ്ഞു മാറാൻ കഴിയാത്ത ലഹരിക്കും അടിമയാകുമ്പോൾ നമ്മുടെ കുടുംബം തകരുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങളെ നമ്മുടെ കൈവിട്ട് പോകുന്നു. ഇതാണ് ഇന്ന് ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പനമ്മയ്ക്കും ജോലിയുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ നല്ല ജോലികളുണ്ട്. പക്ഷേ ഇന്ന് അവർ ദുഃഖിക്കുകയാണ് മക്കളെ ഓർത്ത്. അവർ ലഹരി വസ്തുക്കൾ കടിമ, വീട്ടിനകത്ത് കഥകടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് മാനസിക രോഗി ഹോസ്പിറ്റലുകളിലേക്ക് അവർ അഭയം പ്രാപിക്കുന്നു, അവർക്ക് അവരുടെ ശരീരത്തെ നശിപ്പിക്കുന്നു, വലിയ വീട്ടിനകത്ത് വിലയുള്ള മുട്ടൂർ സാധനങ്ങളെ നശിപ്പിക്കുന്നു, അവർ ചോദിക്കുന്ന കാശ് കൊടുത്തില്ല എങ്കിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. അപ്പോ മാതാപിതാക്കൾക്ക് ഗവൺമെന്റ് ജോലിയുണ്ടെങ്കിലും എല്ലാവിധമായ സംവിധാനങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് കിട്ടുന്ന ധനം ശരിയായ തരത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ മക്കളെ ശരിയായ തരത്തിൽ ശിക്ഷിച്ച് വളർത്തുന്നതായ അവിടെ കാണുന്നത്
ഇതിലൂടെ ഒരുപാട് പരാജയങ്ങളെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ പരാജയത്തിൽ പോകരുത്. അപ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിനകത്ത് അവൻ എന്തെങ്കിലും ഒന്നായി തീർന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. എത്രയോ മക്കൾ വിദ്യാഭ്യാസം ചെയ്തിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. ഇതും ലഹരിയുടെയും തങ്ങൾക്ക് ബോധിച്ചതുപോലുള്ള ഒരു കടന്നുകയറ്റത്തിന്റെയും സാരസത്യമാണ് എന്ന് മനസ്സിലാക്കണം. അവരെ ഓർത്ത് ദുഃഖിക്കുന്നു. ഒട്ടനവധി പേർ കുടുംബജീവിതങ്ങൾ പൊലിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ ബഹുമാനിക്കേണ്ടവർ, മനുഷ്യൻ അല്ലെങ്കിൽ ഓരോരുത്തരും പരസ്പരം ബഹുമാനിക്കേണ്ടവരുണ്ട്. പ്രായോഗികം ചെന്നവരെ, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അത് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത്. ആ ബഹുമാനമില്ലായ്മയുടെ കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മക്കൾ, അവർക്ക് ലഭിക്കുന്ന മക്കൾ എങ്ങനെ അവരെ ബഹുമാനിക്കും? മാതാപിതാക്കളുടെ സഹോദരങ്ങളെ ബഹുമാനിക്കാത്തവർ, അതേ ഇവിടെ അപ്പന്റെ അമ്മയുടെ സഹോദരങ്ങളെ പിന്നെ അവർക്കുള്ള തലമുറകൾ എങ്ങനെ ബഹുമാനിക്കും? അപ്പൊ ബഹുമാനം നഷ്ടമാകുന്നിടത്തൂടെ ഉപദേശമില്ല. അപ്പന്റെ സഹോദരന്മാരോ അമ്മയുടെ സഹോദരന്മാരോ മക്കൾ ചെയ്യുന്നതായ ശിക്ഷണത്തിന് ഒരു കാലഘട്ടത്തിൽ ശിക്ഷ കൊടുത്ത് അങ്ങനെയുള്ള തലമുറകളൊക്കെ നന്നായി വന്നു. ഇന്നത്തെ തലമുറകളാകട്ടെ മറ്റാർക്കും തങ്ങളുടെ മക്കളെ ശിക്ഷിക്കുവാൻ അധികാരമില്ല, ശാസിക്കുവാൻ അധികാരമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ ശത്രുവായിട്ട് മാറുകയാണ്. അപ്പോ ഉപദേശമില്ലാത്തടത്ത്, ശാസനം ഇല്ലാത്തടത്ത് ജനം നശിച്ചു പോകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. അപ്പോ ഒരു കുടുംബത്തിനകത്ത് ഒരു കുടുംബം നന്നാവണമെങ്കിൽ ഉപദേശവും ശാസനയും വേണം എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നീതിമാന്റെ ശാസന എന്റെ തലയ്ക്ക് എണ്ണ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ തെറ്റിൽ നിന്നും അധർമ്മ മാർഗത്തിൽ നിന്നും അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവനെ ബോധ്യപ്പെടുത്തപ്പെടുമ്പോൾ, ശക്തമായി ശാസിച്ച് അവന് നേരായ തിരിക്കപ്പെടുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവന്റെ ജീവനെ നേടുന്നു. അവനെ വീണ്ടും ഒരു നല്ലൊരു സഹോദരനായി, നല്ലൊരു ചെറുപ്പക്കാരനായി, നല്ലൊരു സഹോദരിയായി മടക്കി വരുത്തുവാൻ കഴിയുന്നു. ഞാൻ പറയട്ടെ, ഈ സന്ദേശം ഇവിടെ അറിയിക്കപ്പെടുമ്പോൾ ലോകത്തിൽ അനവധി മതഗ്രന്ഥങ്ങളും അനവധി ഗുരുക്കന്മാരും ഓരോരോ കാലഘട്ടത്തിൽ മനുഷ്യന്റെ നവീകരണത്തിനായി, മനുഷ്യന്റെ പുരോഗതികൾക്കായി ഓരോ ഘട്ടങ്ങളിലും ഓരോ മതനേതാക്കന്മാരും എഴുന്നേറ്റതിന്റെ കാരണമെന്ന് പറയുന്നത് മനുഷ്യരുടെ നവീകരണം ഉണ്ടാകണം. ലോകരാഷ്ട്രങ്ങളെ കുറിച്ച്, ലോക സംഭവങ്ങളെ കുറിച്ച് ഏതൊരു അറിവുമില്ലാതെ ഗ്രാമങ്ങൾക്കകത്ത്, വീട്ടിന്റെ ചുവരുകൾക്കകത്തും ഒരു വാട്ടിനകത്ത്, ഒരു പഞ്ചായത്തിനകത്ത് ഒതുങ്ങിക്കിടന്ന മനുഷ്യനെ ലോകത്തിന്റെ നിറയിലേക്ക് എത്തുവാൻ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സംവിധാനങ്ങളിൽ ഇറങ്ങി മനുഷ്യനെ തരംതിരിച്ച് വിദ്യാഭ്യാസം ചെയ്യുവാൻ ഓരോ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ഓരോ ഗ്രാമങ്ങളിലും ഒട്ടുപോലുള്ള വഴി, വിളുമ്പോലുള്ള വഴി, മനുഷ്യനെ ചവിട്ടിപ്പോകാതൊക്കെ വഴികൾ മാത്രം ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് പല വീടുകളും തിങ്ങിപ്പാർക്കുന്ന തലമുറകളൊക്കെ കൂട്ടുകുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അവിടെയായിട്ട് മദ്യം ഒഴിക്കുന്ന കേന്ദ്രവും സ്വയബോധമില്ലാത്ത അനുഭവസ്ഥരും, അതുപോലെ തന്നെ വ്യഭിചാരം പോലുള്ള പാപജീവിതങ്ങളിൽ നിന്ന് കൊലപാതകം, അടി, ഇങ്ങനെയുള്ള പിടിച്ചുപറികളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം നമ്മുടേതായ മുൻഗാമികൾക്കുണ്ടായിരുന്നു. അതിന്റെ നടുവിലാണ് നാം ഓരോരുത്തരും ജനിച്ചു വളരപ്പെട്ട് ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കുന്നത്. അവരെ ആ വഴിയിൽ നിന്നും, അവരുടെ തലമുറകളെ ആ വഴിയിൽ നിന്നും നേരായ പാക്കത്തിലേക്ക് നയിക്കുവാൻ കാരണമായത് വിദേശ മിഷണറിമാരിലൂടെ. അവർ വന്ന് നമുക്ക് അക്ഷരാഭ്യാസം തരുവാനിടയായിത്തീർന്നു. മലയാള ഭാഷകൾ അച്ചടി സംവിധാനങ്ങളിലൂടെ തരുവാനിടയായി വിദേശ മിഷണറിമാരുടെ സംഭാവനകൾ. ഇന്ന് മനുഷ്യനെ ലോകരാഷ്ട്രങ്ങളുടേതായി ഇതര ഭാഷകൾ പഠിക്കുവാൻ തക്കവണ്ണം അവരെ അതിൽ പ്രാപ്തരാക്കി. ഭാഷകൾ വന്ന് ലോക സംവിധാനങ്ങളിലേക്ക് പല രീതികളും കാര്യങ്ങളും കമ്മ്യൂണിറ്റി ചെയ്യേണ്ട നിലവാരങ്ങളിലേക്ക് ചെറിയ കുടുംബങ്ങളോ വലിയ കുടുംബങ്ങളോ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായി തീരുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അനുഭവസ്ഥരായിട്ട് മാറുവാനിടയായിത്തീർന്നു.
അപ്പൊ അങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന ഗ്രാമങ്ങളാകട്ടെ, അത് പട്ടണങ്ങളാകട്ടെ, ഓരോ തലത്തിനകത്ത് ഒരു നവീകരണ പുരോഹിതകൾ അത് മനുഷ്യനെ ഇന്ന് അറിവിന്റെ പാതയിലേക്ക് നയിച്ചിരിക്കുന്നതെന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ എന്നെ മനസ്സിലാക്കിയതും എന്നെ ചിന്തിപ്പിച്ചതും അത് ഒരു വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അനവധി മതഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ഈ ഒരു സത്യവേദ പുസ്തകം എന്ന ഗ്രന്ഥത്തിനകത്ത് ഇത് ദുഷ്കാലമാകിയാൽ അത് സമയം തക്കത്തിൽ ഉപയോഗിച്ചു പോവുക എന്ന ഒരു പദം അത് അതിനകത്ത് കാണുവാൻ കഴിയും. അപ്പോൾ ദുഷ്കാലത്തിൽ അത് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടതായ ചുമതല നല്ലൊരു സഹോദരന്, നല്ലൊരു സഹോദരിക്ക്, അവർക്ക് ലഭിക്കുന്ന മക്കളാകട്ടെ, ഈ ശബ്ദം കേൾക്കുന്നതാകട്ടെ, ഈ കാലഘട്ടത്തിന് അരികുവരാകാതെ അതിനകത്ത് വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെയുള്ള സത്യത്തെ അനുസരിച്ച് ജീവിക്കുക. മനുഷ്യൻ മതത്തിൻ്റെതായ പിന്നാലെ പോകുവാനല്ല, നിന്റെ ഹൃദയത്തിനകത്തൊരു പരിവർത്തനം ഉണ്ടായിട്ട് ചെയ്യുന്ന ആകാത്ത വഴിയിൽ നിന്ന് അത് ഉപേക്ഷിച്ചിട്ട് സത്യ അന്വേഷകയായിരുന്ന് വിശുദ്ധ അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന സർവേശ്വരന് സർവേശ്വരന്റെ മുഖത്തേക്ക് തിരിയുമ്പോൾ അത് അധർമ്മം നീങ്ങി പാപം അത് മോചിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ എത്തുന്നു എന്നുള്ളതായ സത്യത്തിലേക്ക് മാറേണ്ടത് ആവശ്യമാണ്. അപ്പോ അധർമ്മത്തിന്റെ ഭാഗത്തിൽ നിന്നും അത് അസത്യത്തിൻ്റെതായ ആ മാർഗത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണം എന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന നാഥനോട് മനുഷ്യൻ അപേക്ഷിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ചനാഥന്റെ വിശുദ്ധ ശബ്ദം അത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യ നീയും വിശുദ്ധനായിരിക്കണമെന്ന പ്രപഞ്ചനാഥന്റെ ശബ്ദം ഇവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇന്ന് ഈ നാളുകളിൽ കാണുവാൻ കഴിയുന്ന അനവധി മദ്യപാനികൾ ഇന്ന് മദ്യം ഉപേക്ഷിക്കപ്പെട്ട് നല്ല വാർത്ത പറയുന്ന അനുഭവസ്ഥരായി ദൈവം മാറ്റി അവരെ. എന്താണ് അത് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം എന്ന വാക്കിന് നല്ല വാർത്ത അല്ലെങ്കിൽ സ്വതവർത്തമാനം എന്ന ഈ സന്ദേശം അവരെ ഒരു നവീകരണത്തിലേക്ക് എത്തിച്ചു. അവരെ ആ മദ്യപാന ലഹരി പദാർത്ഥങ്ങൾ ഭാര്യയ്ക്കും മക്കൾക്കും തലവേദനയായിരുന്നവർ ഇന്ന് മനുഷ്യ സ്നേഹികളാക്കി ദൈവം മാറ്റി, ലഹരിയില്ലാത്ത അനുഭവസ്ഥരായിട്ട് മാറ്റി, ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് ദൈവം അവരെ മാറ്റി. രണ്ടാമത് അവിടെ നരഭോജികളായിരുന്ന മനുഷ്യരെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയതും ഈ നല്ല വാർത്തയാണ് എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷം എന്ന നല്ല വാർത്ത അവിടെ അവർക്ക് അത് മനുഷ്യനെ കൊല്ലുക, മനുഷ്യനെ നശിപ്പിക്കുക, ഏതു തരത്തിലും അവർ നശിപ്പിക്കേണ്ടതായ ഒരു മൃഗത്തിൻ്റെതായ ചിന്തയോടിരുന്ന മനുഷ്യനെയും മനുഷ്യ സ്നേഹിയാക്കി മാറ്റി എന്നത് സുവിശേഷമാണ്. ആ സുവിശേഷത്തിൻ്റെതായ ആ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ മുഖ്യ സന്ദേശകൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. അപ്പോ ആ യേശുവിൽ പറയപ്പെടുന്ന വചനം യേശു ഗാൽഗോത്ത യാഗമായി തീരുന്നു. ആ തീരുന്നത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അവൻ ഒരിക്കലാ യാഗമായി തീർന്നു എന്ന് ആര് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു അവർക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഈ പരസ്യയോഗത്തിൻ്റെതായ സമയത്തിൽ ഈ മദ്യലഹരി ബോധവൽക്കരണം ചെയ്യുന്ന സമയത്ത് പറയുവാനുള്ളത് ഒന്ന്, ഇതുവരെയുള്ള ഏത് പാപത്തെയും മായ്ക്കുവാൻ, ഏത് പാപത്തെ അഴിക്കുവാൻ നാം കടകളിലോ മറ്റു ആ സംവിധാനങ്ങളിലോ മറ്റു മാർഗമുറികളിലോ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളിലോ പോയി ഒന്നും നേടേണ്ടതില്ല. നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ കർത്താവ് എന്റെ പാപത്തെ എന്റെ ലംഘനങ്ങളെ മായ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അവിടെ പാപമോചനമെന്ന വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെടുവാനിടയായി തീരും. അപ്പോൾ അത് നമുക്ക് കാണാം, നമുക്ക് ആവശ്യം, നമുക്ക് ഒരു രക്ഷ ആവശ്യമാണ്. ആ ഒരു രക്ഷ മനുഷ്യൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ മതവിഭാഗത്തിലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ക്രിയാകർമ്മങ്ങൾ അവിടെ തുടങ്ങിയാണ്. ദിവസം, ആഴ്ചകൾ, പിന്നെ അത് ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ പിന്നെ ഒരു വർഷത്തൊരിക്കുകയും. അപ്പം അവന്റെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മനുഷ്യൻ മരിച്ച് ഒരു കൂട്ടം മനുഷ്യരെ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഒരു കൂട്ടം മനുഷ്യരെ അത് മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുവാൻ ഏൽപ്പിക്കും. മറ്റു ഇതര മത തലങ്ങളിൽ ചില പാശ്ചാത്യ രാജ്യങ്ങളുടേതായ ചില മനുഷ്യരാകട്ടെ അവരെ പറവകൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കും. ചില മനുഷ്യരെ സമുദ്രത്തിലേക്ക് അവരുടേതായ ബോഡിയെ ഇറക്കി കൊടുക്കും മത്സ്യങ്ങൾക്കായി. ഇങ്ങനെയുള്ള
കട്ടങ്ങളായിരിക്കപ്പെടുമ്പോൾ ഇത് എന്ത് ചെയ്തിരുന്നാലും അവന്റെ ആത്മാവിന് ഒരിക്കലും മരണമില്ല എന്ന് അത് പൂർണ്ണമായിട്ട് മനുഷ്യന്റെ ആത്മാവെന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന്. അപ്പോ ഈ ആത്മാവ് അതിനെ സൂക്ഷിക്കണം. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിൽ എന്ത് പ്രയോജനം എന്ന്. അപ്പോ മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല. ആ മനുഷ്യൻ അത് ശരീരത്തോട് ഇരിക്കപ്പെടുമ്പോൾ അവൻ ചെയ്യുന്ന നല്ലതാകട്ടെ തീയതാകട്ടെ അതിന് തക്കവണ്ണം ഓരോരുത്തരും പ്രാപിക്കേണ്ടതിനായി ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് ഒന്നേ പറയുവാനുള്ള ദേശനിവാസികളെ, ഒന്ന് നമുക്ക് ഈ നാളുകളിൽ മറ്റൊന്നും ചെയ്യേണ്ട, അത് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യേണ്ടതായ ഒരു ഹൃദയം തരണമേ എന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ആ ഈശ്വരനോട് ചോദിക്കേണ്ട സമയമാണ് ഈ സമയം. ആ സർവേശ്വരൻ നമ്മുടെ പാപത്തെ മോചിച്ചു തരുവാൻ, ആ സർവേശ്വരനായ ദൈവം നമ്മുടേതായ സ്ഥിതികൾക്ക് വ്യത്യാസം തരുവാൻ കഴിയും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന്. നിന്റെ പാപം എത്ര കടിച്ചു പോന്നാലും ഹിമം പോലും വെളുപ്പിക്കാമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഒന്നേ പറയുവാനുള്ളൂ, അത് നിങ്ങളുടെ പാപത്തെ നിങ്ങളുടേതായ ഏത് അത് സ്ഥിതികൾക്കും വ്യത്യാസം വരുത്തുവാൻ എന്റെ സർവശക്തനായ ദൈവത്തിന് കഴിയും. അത് അപ്പോൾ ചോദിക്കും, അത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് പിന്നെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോയിക്കൊള്ളുക, കുഴപ്പമില്ല എന്ന് പറയും. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് സുവിശേഷം 16-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു ധനവാനും ഒരു ദരിദ്രനായ ലാസറിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ലാസറാകട്ടെ അത് ആ ശരീരത്തിൽ ഗുണങ്ങൾ പറയപ്പെട്ടു നായ്ക്കൾ ബലിക്കൽ നോക്കി ധനവാന്റെ മേശയിൽ നിന്നും അപ്പം നിൽക്കിൽ നിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ച് കിട്ടിയില്ല. ഏറെ നാൾ കഴിയപ്പെടുമ്പോൾ അവൻ മരണപ്പെട്ടുമ്പോൾ അവന്റെ ശരീരം അടക്കം ചെയ്തു എന്നല്ല കാണാൻ കഴിയുന്നത്, അവന്റെ ആത്മാവിന് അബ്രഹാം പിതാവിന്റെ മടിത്തട്ടിൽ കൊണ്ടുപോയി ദൂതന്മാർ വച്ചു എന്ന് കാണാൻ കഴിയുന്നു. ഏറെ നാൾ കഴിഞ്ഞ് ധനവാന് മരിച്ചടക്കപ്പെട്ടു. അത് എല്ലാവരുമായി കഴിഞ്ഞ പാതാളത്തിൽ യാതനാ സ്ഥലത്ത് യാതന അനുഭവിക്കപ്പെടുമ്പോൾ അത് മേലോട്ട് നോക്കുമ്പോൾ അത് ദൂരത്ത് അബ്രഹാം പിതാവിന്റെ മടിത്തട്ടിൽ ലാസർ ഊനമില്ലാത്തവനായി രോഗമില്ലാത്തവനായി അവന്റെ ആത്മാവ് ഒരു പൂർണ്ണ മനുഷ്യരൂപ സകലം അബ്രഹാം പിതാവിന്റെ മടിത്തട്ടിൽ ഇരിക്കുന്നത് കാണുമ്പോൾ, അല്ലയോ അബ്രഹാം പിതാവ്, ലാസറിന്റെ പെരുവരിൽ വെള്ളത്തിൽ നോക്കി അടിയന്റെ നാവിനെ ഒന്ന് അടുപ്പിക്കണം, ഞാൻ ഈ ജോലയിൽ കിടന്ന അടിയന്റെ നാവ് വരളുന്നു എന്ന്. അപ്പോൾ രണ്ട് ആത്മാക്കളുടെ രണ്ട് സ്ഥിതി, ഒന്ന് നന്മ ചെയ്തും ദൈവവചനത്തിൻ്റെതായ കൽപ്പന അനുസരിക്കുന്നവനും ഭൂമിയിൽ കഷ്ടത അനുഭവിച്ചാലോ സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. ഇവിടെ കിടന്ന് അത് മദ്യവും ലഹരി പദാർത്ഥവും മറ്റു പാപത്തിന്റെ വഴികളിലും ഈ ലോകപ്രകാരം സൂക്ഷിച്ചും പാരമ്പര്യത്തിൽ കിടക്കുന്നവന് പാതാളത്തിൽ യാതനാ സ്ഥലത്ത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ മതഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ഒന്നേ പറയുവാനുള്ളൂ, നമ്മുടേതായ ആത്മാവ് നിത്യമോക്ഷം കിട്ടണം എന്ന് ഓരോ മനുഷ്യൻ ആഗ്രഹിക്കുന്നതുപോലെ ഒരു മോക്ഷത്തിന്റെ മാർഗം അത് നിങ്ങളോട് പറയട്ടെ. മനുഷ്യരുടെ ആകാശത്തിൽ കീഴിൽ അത് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല, യേശു ക്രിസ്തു എന്നല്ലാതെ മറ്റൊരു നാമവുമില്ല. ആ യേശുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് വിശുദ്ധ വേദഗ്രന്ഥം പറയപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഈ പരസ്യോഗത്തിന്റെ അനുഭവങ്ങളുടെ ഒന്ന് പറയുവാനുണ്ട്, നിങ്ങളുടെ പാപത്തെ മോചിക്കുവാൻ കർത്താവിന് കഴിയും. ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? രോഗാനുഭവത്തിലായിരിക്കാം നിങ്ങൾ ഭവനതലങ്ങളിൽ, ദേശതലത്തിലായിരിക്കുന്നത്, ഇനി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങൾ പറയുക, എന്റെ കർത്താവ് എന്റെ പാപങ്ങളെ എന്റേതായ അതേ ലംഘനങ്ങളെ ക്ഷമിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റണം എന്ന് പറയുക. അത് ഏത് രോഗത്തെ മാറ്റുവാൻ, ഏത് ക്ഷീണത്തെ മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് വിശുദ്ധ പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കുന്ന, സമൂഹത്തെ അനുഗ്രഹിക്കുന്ന, പ്രകൃതിയിൽ അധികാരമുള്ള, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുള്ളത്, രോഗികളെ സൗഖ്യമാക്കുന്ന ആ പരമോന്നതനായ യേശു കർത്താവ് നമ്മുടേതായ ഹൃദയം കൊണ്ട് അത് നാം ചിന്തിക്കുമ്പോൾ, കർത്താവ് എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണമെന്ന് പറയപ്പെടുമ്പോൾ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുവാൻ അവൻ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ആ ക്രിസ്തുവിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അത് രോഗികൾക്കായി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ബന്ധനങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മദ്യത്തിൽ ലഹരി പദാർത്ഥങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം അത് നമ്മുടെ ഹൃദയത്തെ കൊടുക്കുമ്പോൾ എന്റെ തലമുറകൾക്ക്, ഞങ്ങളുടെ ദേശത്തിനകത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഏതൊരാകാത്ത വഴികൾ അവർ നിൽക്കുവാൻ ഇടവരരുത് എന്ന് പറഞ്ഞ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ദൈവം പ്രാർത്ഥന കേൾക്കുന്നവൻ, അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. സർവശക്തനാഥനെ ദേശത്തെ അനുഗ്രഹിച്ചാട്ടെ, ദേശത്തിന്റെ സ്ത്രീകൾക്ക് വ്യത്യാസം വരുത്തണമേ. അത് എല്ലാവിധമായ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാവരെയും അവിടെ അത്ഭുതമായ സൗഖ്യം
സൗഖ്യമാക്കണം. ഈ ദേശത്ത് ശബ്ദം ശ്രമിക്കുന്നവര് അവരുടേതായ പാപത്തിൻ്റെതായ തലത്തിലുള്ള എല്ലാ പോരുകളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. അവരുടെ വചനത്താലും ആത്മാവിനാലും അവരെ ശുദ്ധീകരിച്ചാട്ട് ഈ ദേശത്തെ അനുഗ്രഹിച്ചാട്ട് ഈ വൈകുന്നേര സമയ ഒരു പരിപൂർണമായ ഒരു വിടുതൽ ഈ ദേശത്തിലുള്ളവർക്ക് ലഭ്യമാകുവാൻ, അത് ചെറിയ കുഞ്ഞുങ്ങൾക്ക്, അത് മുതിർന്നവർക്ക് മദ്യം ലഹരി പദാർത്ഥങ്ങൾ വിട്ടുമാറി അവർ സ്വതന്ത്രരായി നല്ല കുടുംബം നയിക്കുന്നവരായി, നല്ല മാതൃക ജീവൻ നയിക്കുന്നവരായി വിശുദ്ധ ഗ്രന്ഥത്തെ അതിലുള്ള അക്ഷരങ്ങളെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ആത്മാക്കളെ നേടുന്ന അനുഭവസ്ഥരായിട്ട്, ശരീരത്തെ വിശദീകരിക്കുന്ന അനുഭവസ്ഥരായിട്ട്, അത് ലോകത്തിൻ്റെതായ അത് ബിസിനസ് സ്ഥാപനങ്ങളിലായ അത് വസ്തുവകളെ കൊണ്ടല്ല, അത് അവരവരുടേതായ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ അവരെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേശത്ത് ശബ്ദം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വാർദ്ധക്യമായവരെയും, അത് മധ്യവയസ്കരായവരെയും, അത് പ്രായപരിധി വ്യത്യസ്തമില്ലാതെ അവിടെ സ്ത്രീകൾക്കായി വ്യത്യാസം നൽകണം. സകലവിധമായ ഭൂരികളെല്ലാം വിടുവിക്കണം. സമാധാനം കൽപ്പിക്കണമേ. നല്ല ഭവനങ്ങൾ ദേശത്തിനകത്ത് കൊടുക്കണം. നല്ല കുടുംബ സന്തോഷങ്ങൾ അവിടെ നൽകണമേ. നല്ല കുഞ്ഞുങ്ങളെ നൽകണമേ. നല്ല വിദ്യാഭ്യാസങ്ങൾ അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തിരുകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. രോഗാനുഭവ ബന്ധനങ്ങളായിരിക്കുന്നെങ്കിൽ അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പരിപൂർണമായ സൗഖ്യം കൽപ്പിക്കണം. കർത്താവിന്റെ കൃപയാൽ പുതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഒരു ശ്രദ്ധ ഈ ദേശത്തിലെ മുഴുവൻ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ പുതിയണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവത്തിന്റെ കൃപയാൽ സൗകോട് ആശാമ്പുള സഭയുടെ ഭാഗമായിട്ട് മദ്യത്തിന്റെ ലഹരിഭാഗത്തിൽ ഓരോ ദേശങ്ങളുടെ നടുവിലും പോയി ഇങ്ങനെ ആ സന്ദേശങ്ങൾ അറിയിക്കാറുണ്ട്. മദ്യത്തിന്റെ ലഹരി പദാർത്ഥത്തിൽ നിന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കാം. രോഗങ്ങളോ മറ്റു ക്ഷീണങ്ങളോ ബന്ധനങ്ങളോ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വരും നാളുകളിൽ നിങ്ങളുടേതായ അതേ സേവനങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടേതായ പരിശ്രമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ കൂടുതലായി കർത്താവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പരിപൂർണമായ സമ്പൂർണ്ണ വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ അസംബ്ലി സൗകര്യാശമ്പള അതേ ചർച്ച് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.